വികസനം നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എം വിജിൻ എംഎൽഎ രാജിവെച്ചു പോകണമെന്ന ബിജെപി ജില്ലാ നോർത്ത് പ്രസിഡന്റ് കെ വിനോദ് കുമാർ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും താവം മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്രവൃത്തിയിലെ അനാസ്ഥയ്ക്കെതിരെയും എംഎൽഎ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കല്ലേശ്ശേരി മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും വികസനം തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. താവം മേൽപ്പാലം അശാസ്ത്രീയതയുടെ പ്രതീകമായി മാറി. എംഎൽഎക്ക് താൽപര്യമുള്ള കോൺട്രാക്ടർമാരെ വെച്ച് കമ്മീഷൻ പറ്റാനുള്ള തന്ത്രമാണ് നടക്കുന്നത്. പാപ്പനശ്ശേരി പാലത്തിൽ കാൽനട പോലും അസാധ്യമായ അവസ്ഥയാണ്. വികസനം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എം വിജിൻ എംഎൽഎ രാജിവെച്ചു പോകണം. ഏതൊക്കെ രീതിയിൽ സർക്കാർ ഖജനാവിലെ പണം കക്കാൻ സാധിക്കുമോ ആ വഴി തേടുകയാണ് കല്ലേശ്ശേരി അഴീക്കോട് മണ്ഡലം എംഎൽഎമാരും ജനപ്രതിനിധികളെന്നും കെ വിനോദ് കുമാർ ആരോപിച്ചു. നോക്കൂ, നാടിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ സ്വത്ത് പോലും അല്ലെങ്കിൽ സ്ഥലം പോലും സൗജന്യമായി വിട്ടുകൊടുത്തിട്ടും അവിടെ ആവശ്യത്തിനനുസൃതമായ ഒരു സംവിധാനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പോണോ? ഇവിടെ ഇരിക്കേണ്ട താങ്കൾ എന്തിനു വേണ്ടി ഇവിടെ അട്ട പിടിക്കുന്നവരെ പിടിച്ചിരിക്കുന്നു? ജനങ്ങൾക്ക് ദുരിതമാകുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ചെറുപ്പം, തന്റെ യുവത്വം തന്നെ നശിപ്പിക്കല്ല. ആ പാർട്ടിയിൽ പോയിട്ട് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ചൂതാട്ടക്കാരനായി താങ്കൾ മാറി നിൽക്കല്ല. ഒരു ആണത്വത്തോടുകൂടി ആർജവത്തോടുകൂടി ഒരു എംഎൽഎ എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ബിജെപിക്ക് വിജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കല്ലേശ്ശേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയാണ് എംഎൽഎ ഓഫീസിലേക്ക് ബിജെപിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. സുജിത് വടക്കൻ, എം പ്രകാശൻ, എ വി സനിൽ, ടി സി മനോജ്, യു ടി ജയാനന്ദൻ, സി നാരായണൻ, കെ ടി മുരളി, അഭിഷേക് വിങ്ങര, ജിജേഷ് അണ്ണാമല, കെ വിജു, ജഗദീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.